നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കൊല്ലപ്പെട്ടത് രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ. പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടിയോട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരന്റെ ദാരുണാന്ത്യം. കോതച്ചിറ പുത്തൻ പീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് അപകടത്തിൽ മരിച്ചത്. കുരുന്നിന്റെ വിയോഗം നാടിന്റെ തീരാ നോവായി മാറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ള ദർശന സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി ദേവസ്വം ഭരണസമിതി. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകി വരുന്ന പ്രത്യേക ദർശന സൗകര്യം നിർത്തലാക്കും. ഇതിന് പകരമായി 70 വയസ്സ് മുതലുള്ളവർക്ക് സൂപ്പർ സീനിയേഴ്സ് എന്ന പേരിൽ പുതിയ വരി സംവിധാനം ഏർപ്പെടുത്തും. തളി കടുകശ്ശേരി തച്ചക്കുന്ന് സഫിയ വധക്കേസിൽ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്വർണ്ണവിറ്റ എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ ശരത്തനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ സിൽവർ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന തെറ്റിയിരുന്നു. ആനയുടെ കൂടെ നടന്നിരുന്ന 2 പേർ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് ആനകളെ കെട്ടിയിരുന്ന ദേവസ്വം പറമ്പായ കൊട്ടിലായ്ക്കലിൽ തളയ്ക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ വീണ്ടും അക്രമാസക്തനായ ആന തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പാപ്പാന്മാരായ അമൽ, ശ്രീകുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നെഞ്ചിൽ ചവിട്ടേറ്റ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 1-ാം പാപ്പാൻ ചികിത്സയിലാണ്. പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടിയോട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. കോതച്ചിറ പുത്തൻ പീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് അപകടത്തിൽ മരിച്ചത്. ചാലുശ്ശേരി ആലിക്കരയിൽ വെച്ച് ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പിതാവിനൊപ്പം പെട്ടിയോട്ടോയുടെ മുൻവശത്തെ ക്യാബിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഹൈസിൻ. യാത്രക്കിടെ അപ്രതീക്ഷിതമായി വാഹനത്തിന്റെ ഡോർ തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ വാഹനത്തിന്റെ പിൻചക്രം കുട്ടിയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഉടൻ തന്നെ പെരുമ്പ്ലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന് സമീപത്തെ പാടത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നതിനിടെയാണ് നാടിന് നടുക്കിയ അപകടം ഉണ്ടായത്. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഹസീനയാണ് മാതാവ്. ഹസ്ന ഫാത്തിമ, ഹിസാന ഫാത്തിമ എന്നിവർ സഹോദരിമാരാണ്. ജീവനെടുത്ത പെട്ടിയോട്ടോയുടെ മുകളിൽ ഇപ്പോഴും ഹൈസിൻ എന്ന പേര് തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ആ പേരിനുടമയായ 6 വയസ്സുകാരൻ ഇനി ഉപ്പയുടെ കൂടെ യാത്രകൾക്കില്ല എന്ന യാഥാർത്ഥ്യം തീരാ നോവായി മാറുകയാണ്. വെറുമൊരു മകനായിരുന്നില്ല ഹൈസിൻ. ഉപ്പ ഹനീഫയ്ക്ക് അവൻ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു. ഉപ്പ എവിടെ പോയാലും നിഴലുപോലെ ഹൈസിനും കൂടെയുണ്ടാകും. ഇന്നും പതിവ് പോലെ മീൻ പിടിക്കാനായി പാടത്തേക്ക് പോകാൻ ഉപ്പയ്ക്കൊപ്പം ഓട്ടോയുടെ മുൻസീറ്റിൽ കയറിയതായിരുന്നു ഹൈസിൻ. എന്നാൽ വിധി ഒരു തുറന്ന വാതിലിന്റെ രൂപത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ കവർന്നെടുത്തു. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഓട്ടോയുടെ വാതിൽ തുറന്നുപോയതും ഹൈസിൻ റോഡിലേക്ക് തെറിച്ചു വീണതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. സ്വന്തം കൺമുന്നിൽ തന്റെ മകൻ വണ്ടിക്കടിയിലേക്ക് വീഴുന്നത് കാണേണ്ടി വന്ന ആ പിതാവിന്റെ അവസ്ഥ വാക്കുകൾക്കും അപ്പുറമാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൈസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. എല്ലാ യാത്രകളിലും ഉപ്പയ്ക്ക് തുണയായിരുന്ന കുരുന്നിന്റെ വേർപാട് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇനി ആ ഓട്ടോ ഓടുമ്പോൾ ക്യാബിനിൽ ആ കൊച്ചു കുസൃതിയുണ്ടാവില്ല. എങ്കിലും ആ വണ്ടിക്ക് മുകളിൽ ഹൈസിന്റെ പേര് മായാതെ കിടപ്പുണ്ട്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ള ദർശന സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി ദേവസ്വം ഭരണസമിതി. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകി വരുന്ന പ്രത്യേക ദർശന സൗകര്യം നിർത്തലാക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. ഇതിന് പകരമായി സൂപ്പർ സീനിയേഴ്സ് എന്ന പേരിൽ പുതിയ വരി സംവിധാനം ഏർപ്പെടുത്തും. മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക വരിയിലൂടെയുള്ള ദർശനം ഇനി മുതൽ 70 വയസ്സ് പിന്നിട്ടവർക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. ദർശനത്തിന് എത്തിച്ചേരുന്നവരുടെ ബാഹുല്യം കണക്കിലെടുത്തും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പ്രായപരിധി 60-ൽ നിന്ന് 70-ലേക്ക് ഉയർത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചത്. 70 വയസ്സ് തികയാത്തവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കില്ലെങ്കിലും
ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ കഠിനമായ ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നവർക്ക് പ്രത്യേക ദർശനം അനുവദിക്കും. എന്നാൽ ഇതിനായി അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ വ്യക്തമാക്കി. തളി കടുകശ്ശേരി തച്ചക്കുന്ന് സഫിയ വധക്കേസിൽ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്വർണം വിറ്റ എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽ പടി വീട്ടിൽ ശരത്തനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ സിൽവർ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. സഫിയയുടെ കൈകളിൽ നിന്നും ഊരിയെടുത്ത വളകളിലൊന്നാണ് പ്രതി ശരത്ത് എരുമപ്പെട്ടിയിലെ സ്വർണ്ണാഭരണ കടയിൽ വിൽപ്പന നടത്തിയത്. 1 പവൻ തൂക്കമുള്ള വളയ്ക്ക് 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കോടതി റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് റിക്കവറി നടപടികൾ നടത്തിയത്. ചെറുതുരുത്തി പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI മാരായ KR ജസ്റ്റിൻ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പിനുണ്ടായിരുന്നു. കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 70 വയസ്സുള്ള സഫിയ ഏപ്രിൽ 11-നാണ് കൊല്ലപ്പെട്ടത്. തനിച്ച് താമസിച്ചിരുന്ന സഫിയയെ വൈകുന്നേരം പ്രതി വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. സഫിയയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും പ്രതി കവർന്നു. ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ആഭരണങ്ങൾ കാണാതായതും ശരീരത്തിലെ ചെറിയ മുറിപ്പാടുകളും സംശയത്തിനിടയാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഫിയയുടെ വീടുമായി അടുപ്പം പുലർത്തുകയും ഇവർക്ക് സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ശരത്താണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയത്. ശരത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും സഫിയയുടെ സ്വർണമാലയും 3 വളകളും പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ 1 വള വിൽപ്പന നടത്തിയതായി പ്രതി അറിയിച്ചത്. പാവറട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് കനാലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. വെള്ളിയാഴ്ച രാവിലെ 8:30-യോടെയാണ് അപകടം. ചാവക്കാട് ഭാഗത്തുനിന്ന് പൂവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് കാശ്മീർ റോഡ് ബസ് സ്റ്റോപ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. തലശ്ശേരി സ്വദേശികളായ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ എറണാകുളത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൈദ്യുത പോസ്റ്റും തകർന്ന നിലയിലാണ്. ഇതേ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാവറട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ശ്രീകൃഷ്ണാമൃതം ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം CCTV റിപ്പോർട്ടർ KV സുബേറിനെ സമ്മാനിച്ചു. കലാനിധി സംഗീത ഭൂഷൺ പുരസ്കാരം ഗായിക വൈക്കം വിജയലക്ഷ്മി ഏറ്റുവാങ്ങി. വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ റിട്ടയർഡ് DGP ഡോക്ടർ B സന്ധ്യ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മാധ്യമരംഗത്തെ വിവിധ പുരസ്കാരങ്ങൾ VP ഉണ്ണികൃഷ്ണൻ, K വിജയൻ മേനോൻ, PK രാജേഷ് ബാബു, അനിൽ കല്ലാറ്റ്, പ്രവീൺ പ്രസാദ് എന്നിവരും ഏറ്റുവാങ്ങി. കായാമ്പു വർണ്ണൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം ഡോക്ടർ B സന്ധ്യയും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് നിർവഹിച്ചു. കലാനിധി ചെയർപേഴ്സണും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഗീത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായി. സുജാത ശ്രീപദം, പ്രദീപ് തൃപ്പരപ്പ്, YC ദാസ്, ഉണ്ണി ബാസുരി എന്നിവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിച്ചു. കാണിപ്പയ്യൂരിൽ നടന്ന സ്ഥാപക ദിനാചരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ജയപ്രകാശ് ഇലവന്ത്ര പതാക ഉയർത്തി. ശാലിനി സനീഷ്, ദിവിത കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ രൂപീകൃതമായി 26 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചത്. യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 3 സ്വതന്ത്ര മാധ്യമ പ്രവർത്തന ദിനമായി ആചരിക്കും. സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഈ മാസം അവസാന വാരത്തിൽ സംഘടിപ്പിക്കും. 27 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പഴഞ്ഞി KSEB സെക്ഷനിലെ സീനിയർ സൂപ്രണ്ട് NK സുധാകരനെ സഹപ്രവർത്തകർ ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പ് നൽകി. സെക്ഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MR ശ്രീജ, പഴഞ്ഞി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ TK ജിനേഷ്, പെരുമ്പലാവ് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ്, സബ് എഞ്ചിനീയർ KK സരിത എന്നിവരും സഹപ്രവർത്തകരും സംസാരിച്ചു. തുടർന്ന് കുന്നംകുളം, പാലക്കാട്, മലപ്പുറം, പഴഞ്ഞി എന്നിവിടങ്ങളിൽ മാതൃകാപരമായി ഔദ്യോഗിക ജീവിതം നയിച്ച സുധാകരനെ അധ്യക്ഷൻ KSEB പഴഞ്ഞി സെക്ഷന്റെ സ്നേഹോപഹാരവും സഹപ്രവർത്തകർ സമ്മാനങ്ങളും നൽകി. സുധാകരൻ മറുപടി പ്രസംഗം നടത്തി. സമ്മാനർഹമായ ലോട്ടറി എന്ന് വിശ്വസിപ്പിച്ച് വിൽപ്പനക്കാരനെ കബളിപ്പിച്ച്
11,000 രൂപ കവർന്നെന്ന് പരാതി. ടിക്കറ്റിലെ നമ്പർ തിരുത്തിയാണ് ഭിന്നശേഷിക്കാരനായ വരവൂർ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുത്തത്. വരവൂർ കക്കാട് വീട്ടിൽ വിനോദിൽ നിന്നാണ് നമ്പർ തിരുത്തിയ ടിക്കറ്റ് നൽകി പണം തട്ടിയത്. മുച്ചക്ര വാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്നും വരവൂർ ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരികയായിരുന്നു വിനോദ്. ഇരുനിലങ്കോട് NN നഗറിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിലെത്തിയയാൾ KW 807943 എന്ന നമ്പറിലുള്ള 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും 73 ടിക്കറ്റുകൾ എടുത്തതിനു ശേഷം ബാക്കി തുകയായ 7350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു. ടിക്കറ്റ് എടുക്കുന്നത് അവന് ലോട്ടറി വിറ്റ് നാളത്തെ ലോട്ടറി എടുത്തു വരുമ്പോഴാണ് ഒരു 18 ടിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നാളത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, മറ്റേ രണ്ടാമത്തെ ടിക്കറ്റ്. അതും കൂടിയിട്ട് ഒരാൾ ടിക്കറ്റ് എടുത്തു. ആൾക്ക് 14,000 അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 43 അടിച്ചെന്ന് പറഞ്ഞാണ് 25-ാം തീയതി ടിക്കറ്റ്. അപ്പോൾ അത് അടിച്ചു നോക്കിയപ്പോൾ കടയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ 79-48 കാണുന്നത്. തുടർന്ന് വിനോദ് ലോട്ടറിയുമായി ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് അവസാനത്തെ അക്കം 8 എന്നത് 3 തിരുത്തി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് തട്ടിപ്പ് നടത്തിയയാൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. മനുഷ്യത്വരഹിതമായ രീതിയിൽ തന്നെ കബളിപ്പിച്ചയാളെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് വിനോദ്. എടക്കഴിയൂർ അഫയൻസ് ബീച്ചിൽ ഡോൾഫിൻ, കടലാമ എന്നിവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് അഫയൻസ് ക്ലബ് പ്രവർത്തകർ ഡോൾഫിന്റെ അഴുകിയ ജഡം കണ്ടത്. മേഖലയിൽ അടുത്തിടെയായി നിരവധി ഡോൾഫിനുകളെയാണ് ചത്ത് കരക്കടഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടുകാർ പുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക കവാടത്തിന് സമീപം ആരംഭിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, ഷാനി റജി, V അനൂപ്, AT ഹംസ, കൗൺസിലർമാരായ ബഷീർ പൂക്കോട്, റഷീദ് കുന്നിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ S ഹർഷീദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് നാടകപ്രേമികളുടെ കൂട്ടായ്മയായ ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ ബാറിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും അർഹരായവർക്കുള്ള ചികിത്സാ സഹായനിധി വിതരണവും സംഘടിപ്പിച്ചു. പതിവ് പ്രതിമാസ നാടകാവതരണത്തിന് മുന്നോടിയായിട്ടാണ് ടൗൺഹാളിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കിയത്. ബാർ പ്രസിഡന്റ് മാത്യു മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നഗരസഭാധ്യക്ഷ സൗമ്യ അനിലൻ, ഉപാധ്യക്ഷൻ PG ജയപ്രകാശ്, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സോമൻ ചെറുകുന്ന്, ശ്രീജിത്ത് ആവൻ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. ഹൃദയ സംബന്ധമായ അസുഖവും ശ്വാസകോശ രോഗവും ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുറുക്കൻപാറ സ്വദേശി സിബിന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ച ഫണ്ടിലേക്ക് ബാർ അസോസിയേഷൻ സമാഹരിച്ച തുക കൈമാറി. കൗൺസിലർ കൂടിയായ ആർഷ ജിജു ബാർ ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി. ബാർ സെക്രട്ടറി CK രവി, ഭാരവാഹികളായ നാരായണൻ നമ്പൂതിരി, പോൾസൺ, ബാലകൃഷ്ണൻ, അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനു ശേഷം കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിച്ച മിഠായി തെരുവ് എന്ന നാടകവും അരങ്ങേറി. ഒട്ടേറെ കലാ ആസ്വാദകർ നാടകം കാണാനായി എത്തിയിരുന്നു. വടക്കേക്കാട് തടാകം ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. തണൽ ഡയാലിസിസ് സെന്ററിന്റെ സുഗമമായ നടത്തിപ്പിന് സ്ത്രീകളെ കൂടെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകൾ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീൻ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീണ സത്യൻ, പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, തണൽ വനിതാ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഹറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 25 അംഗ വനിതാ കമ്മിറ്റിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ ശോഭ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബൈദ പാലക്കൽ നന്ദിയും പറഞ്ഞു. CPIM നേതാവ് CF ജെയിംസിന്റെ 5ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. DYFI മുൻ ജില്ലാ സെക്രട്ടറിയും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ PB അനൂപ് അധ്യക്ഷനായി. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി MB പ്രവീൺ,
CPM ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുനിത ഉണ്ണികൃഷ്ണൻ, ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സംസാരിച്ചു. CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറിയായിരിക്കെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ 2021 മെയ് 1 ജെയിംസ് മരണപ്പെട്ടത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കിടെ അദാനി ഗ്യാസ് പദ്ധതിക്ക് വേണ്ടിയെടുത്ത കുഴിയിലേക്ക് ജെയിംസ് സഞ്ചരിച്ച സ്കൂട്ടർ പതിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പെന്തകോസ് സഭകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് പെന്തകോസ് ഫെലോഷിപ്പ് UPFന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. UPF സ്ഥാപക സെക്രട്ടറി പാസ്റ്റർ KP ബേബി പ്രാർത്ഥിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി ബ്രദർ ജോബിഷ് ചൊവ്വലൂർ, സെക്രട്ടറി ബ്രദർ ടിജിൻ ജോൺ, ട്രഷറർ ബ്രദർ PR ഡെന്നി, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവരെയും മെഗാ ബൈബിൾ കിസ് യൂത്ത് വിംഗ്, സിസ്റ്റേഴ്സ് വിംഗ് കമ്മിറ്റികൾ എന്നിവയും തെരഞ്ഞെടുത്തു. 1952 മുതൽ കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന UPF ഈ വർഷവും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം, ലഹരിവിരുദ്ധ സമ്മേളനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മെഗാ ബൈബിൾ കിസ്, ആത്മീയ സമ്മേളനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് പുതിയ നേതൃത്വം അറിയിച്ചു. തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരത്താണി നടുവട്ടം റോഡിൽ കൊള്ളനൂർ കുന്നത്തുകാവിന് സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. പെരുമ്പിലാവ് മോഡേൺ ചാരിറ്റി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച KSEB പഴഞ്ഞി സെക്ഷൻ സീനിയർ സൂപ്രണ്ട് NK സുധാകരന്റെ സ്വീകരണവും സൊസൈറ്റിയുടെ കുടുംബസംഗമവും നടന്നു. വിദ്യാ റെസിഡൻസിയിൽ നടന്ന സുധാമയം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മോഡേൺ ചാരിറ്റി ചെയർമാൻ CM രജീഷ് അധ്യക്ഷത വഹിച്ചു. NK സുധാകരനെ പൊന്നാടയണിയിച്ച് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മോഡേൺ ചാരിറ്റി സൊസൈറ്റി അംഗങ്ങളായ PB ദിലീപ്, റജി K ജോബ്, NA നൌഫൽ, MA ഷിഹാബ്, PP ശരവണൻ എന്നിവർ സംസാരിച്ചു. NK സുധാകരൻ മറുപടി പ്രസംഗം നടത്തി. സൊസൈറ്റി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വ്യക്തമായി ഓർക്കാവുന്ന കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. നിങ്ങളുടെ സർവീസിൽ നിന്ന് എന്നെപ്പോലെ ഇതുപോലെ ഒരു ദിവസം വിരമിച്ച് കഴിഞ്ഞാൽ ഒരു വിശ്രമ ജീവിതം ഉണ്ടാകും. അന്ന് നമുക്ക് ആ കാലത്ത് തനിയെ, വേറെ ആരോടും പറയാനല്ല, തനിയെ ഇരുന്ന് ഓർക്കാൻ, തനിയെ ഇരുന്ന് ഓർത്ത് സന്തോഷിക്കാൻ, അത് ആനന്ദം കിടത്താൻ ഉള്ള പരിശ്രമം ഈ കാലത്തുണ്ടാകണം. സർവീസ് ഇരിക്കും കാലത്തുണ്ടാകണം. ഏത് ജോലി ചെയ്യുമ്പോഴും അത് വളരെ കൃത്യമായിരിക്കണം. ജോലി ഏറ്റെടുത്തത് കൃത്യസമയത്ത് ചെയ്യണം. തെറ്റുകൾ സ്വാഭാവികമാണെങ്കിലും അതിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരണം. സാർവദേശീയ തൊഴിലാളി ദിനം വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മേഖലയിൽ റാലികളും പൊതുയോഗങ്ങളും നടന്ന. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് മെയ് ദിന സന്ദേശ റാലിയും പൊതുസമ്മേളനവും നടത്തി. മരിയാപുരം പള്ളിയിൽ നിന്നാരംഭിച്ച റാലിയിൽ തൃശൂർ അതിരൂപതയിലെ മുഴുവൻ ഇടവകകളിൽ നിന്നുള്ള KLM പ്രവർത്തകരും അണിചേർന്നു. മരിയാപുരം ഇടവക വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ അതിരൂപത KLM പ്രസിഡന്റ് മോളി ജോബിക്ക് പതാക കൈമാറിയതിനെ തുടർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി സമാപിച്ചതിനെ തുടർന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണവും നടന്നു. തുടർന്നു ചേർന്ന പൊതുസമ്മേളനം CBCI ലേബർ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലായിൽ ഉദ്ഘാടനം ചെയ്തു. മോളി ജോബി അധ്യക്ഷയായി. മെയ് ദിനത്തിന്റെ സന്ദേശം ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ നൽകി. KLM തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ആമുഖപ്രഭാഷണം നടത്തി. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, KLM അതിരൂപത സെക്രട്ടറി ബേബി വാഴക്കാല, സ്മിത അനീഷ്, പ്രവീൺ ലാൽ, ബിജു ചിറയത്ത്, ഫ്രഞ്ചി ആന്റണി, ബേബി ഡേവിസ്, വിൽസൺ വല്ലച്ചിറക്കാരൻ എന്നിവർ സംസാരിച്ചു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണത്തല മുല്ലത്തറയിൽ നിന്നാരംഭിച്ച റാലി മടൈക്കടവിൽ സമാപിച്ചു. റാലിയിൽ കടപ്പുറം, മണത്തല, കൂട്ടുങ്ങൽ, തിരുവത്ര, പൊന്നയൂർ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി ഷൈജു രവീന്ദ്രൻ, പ്രസിഡന്റ് EK നന്ദനൻ, ട്രഷറർ സദാനന്ദൻ, ബീനാബായി, CV മോഹനൻ, ലളിതാംബിക, KC ബൈമി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നയൂർ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മെയ് ദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി. കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവരെ ആദരിച്ചു. പൊന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷർബനൂസ് പണിക്ക വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. പൊന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, 1-ാം വാർഡ് മെമ്പർ TA ഐഷ, 22-ാം വാർഡ് മെമ്പർ സലീം കുന്നമ്പത്ത്, മുൻ വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ഷുക്കൂർ, വാർഡ് പ്രസിഡന്റ് KK അക്ബർ, നൌഷാദ് കോലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സെക്രട്ടറി മഹ്ഷൂഖ് തട്ടിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നൂറു മുഹമ്മദ് മന്നലാങ്കുന്ന് നന്ദിയും പറഞ്ഞു. INTUC ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മെയ് ദിനാഘോഷം ജില്ലാ സെക്രട്ടറി MS ശിവദാസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് TP ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. INTUC ഭാരവാഹികളായ രാജൻ പനക്കൽ, RK ഷബീർ, RH റൌഫ്, KK സഫർഖാൻ, അഷ്റഫ് ബ്ലാങ്ങാട്, രാമി അബു, മുസ്തഫ മണത്തല, ജാബിർ ഓവുങ്ങൽ എന്നിവർ സംസാരിച്ചു. INTUCയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച റാലിക്ക് റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. നഗരം ചുറ്റി സഞ്ചരിച്ച റാലിയിൽ നിരവധി തൊഴിലാളികളും സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. INTUC നേതാക്കളായ സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ, K ജയശങ്കർ, അഡ്വക്കേറ്റ് രാജീവ്, AN നൌഷാദ്, ഷാജി അലിക്കൽ, ജോബി കണിപ്പയ്യൂർ, സലീം, പ്രമോദ്, ഷിൻഡോ ചുണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മെയ് ദിന റാലി ആരംഭിച്ചു. നഗരം ചുറ്റി സഞ്ചരിച്ച റാലി ചാക്കപ്പായി ഗ്രൗണ്ടിൽ സമാപിച്ചു. റാലിയെ തുടർന്ന് ചാക്കപ്പായി ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം SDTU സംസ്ഥാന പ്രസിഡന്റ് A വാസു ഉദ്ഘാടനം ചെയ്തു. SDTU ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ, AMKP സംസ്ഥാന കമ്മിറ്റി അംഗം PK കൃഷ്ണൻ, FITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട്, SDTU ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് പുത്തൻചിറ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നടന്ന റാലിയിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. നഗരസഭാ ഓഫീസിന് മുന്നിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. MN മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ EA ദിനമണി, CG രഘുനാഥൻ, സുഗു K ഇട്ട്യശൻ, ഉഷാദാസ്, പീതാംബരൻ, PM സോമൻ, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ടൗണിൽ റാലിയും പതാക ഉയർത്തലും നടത്തി. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുന്നൽ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പരിപാടിയിൽ ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ, ട്രഷറർ നാരായണൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി ചാവക്കാട് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AITUC നേതാവ് സതീന്ദ്രൻ, AS മനോജ്, KM അലി, KC സുനിൽ, P യതീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയൻ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം നേതൃത്വം നൽകി. സെക്രട്ടറി അക്ബർ അലി, OS വാസുദേവൻ, സലാം വലിയകത്ത്, MP സിജോ, ലീഡർ ഷൈജൻ, ലീഡർമാരായ CV ജോസ്, CJ ജിജോ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണം എന്ന് റാലി ആവശ്യപ്പെട്ടു.
ചുമട്ടുതൊഴിലാളി രംഗത്ത് 42 വർഷം പൂർത്തീകരിച്ച കൂനമുച്ചിയിലെ INTUC തൊഴിലാളി TV ബാബു വിരമിച്ചു. കൂനമുച്ചി ലാവിഷ് ബിൽഡിംഗിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബുവിന് യാത്രയയപ്പ് നൽകി. CITU INTUC സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം CITU കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി C. അംബികേശൻ ഉദ്ഘാടനം ചെയ്തു. CITU ലീഡർ CK അശോകൻ അധ്യക്ഷനായി. CITU പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MV സന്തോഷ്, INTUC യൂണിയൻ പ്രസിഡന്റ് NA നൌഷാദ്, മുൻ യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് ചാക്കോ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PJ സ്റ്റൈജു, INTUC ലീഡർ TT സിൻഡോ എന്നിവർ സംസാരിച്ചു. ജോലിയിൽ നിന്നും വിരമിക്കുന്ന സഹപ്രവർത്തകന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പൊന്നാട അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. ബാബുവും കുടുംബാംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. തുടർന്ന് TV ബാബു മറുപടി പ്രസംഗം നടത്തി. സ്നേഹവിരുന്നോടുകൂടി യാത്രയയപ്പ് സമ്മേളനം അവസാനിച്ചു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ ഏകദിന സുവിശേഷ യോഗം മെയ് 3 ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ വടക്കാഞ്ചേരി റോഡിലെ മുക്കണ്ടത്ത് ബിൽഡിംഗിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിലാണ് യോഗം. AM തോമസ് സന്ദേശം നൽകും. എല്ലാ ഒന്നാം ഞായറാഴ്ചയും ഇതേ സ്ഥലത്ത് വെച്ച് ഏകദിന സുവിശേഷ യോഗം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള ഹിസ്റ്ററി, സീനിയർ എക്കണോമിക്സ്, ജൂനിയർ അധ്യാപക തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച മെയ് 20 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം കൃത്യസമയത്ത് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 59 0018 നമ്പർ ആവർത്തിക്കാം. 94 47 59 0018. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾ, കളഭാഭിഷേകം, വൈകിട്ട് നിറമാല, മുറജപം, വിഷ്ണു സഹസ്രനാമജപം, ലളിത സഹസ്രനാമജപം, വാരം, വാരസദ്യ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ചാലശ്ശേരി പഞ്ചായത്ത് ഹരിത പാടശേഖര സമിതി സെക്രട്ടറിയും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹിയുമായിരുന്ന മുഹമ്മദ് ഹനീഫ അനുസ്മരണം ശനിയാഴ്ച നടക്കും. ചാലശ്ശേരി പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അനുസ്മരണത്തിൽ ജനപ്രതിനിധികൾ, പാടശേഖര സമിതി പ്രതിനിധികൾ, കൃഷിക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ. സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചർമ്മം. എറണാകുളം അയ്യപ്പൻകാവിൽ താമസിക്കുന്ന ആർത്താറ്റ് കോലാടി പരേതനായ താവു ഭാര്യ തങ്കമണി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. സോമൻ, സോജൻ, സോജി, സോമി, സോബി എന്നിവർ മക്കളാണ്. വേലൂർ ചിറ്റിലപ്പള്ളി റപ്പായി ഭാര്യ മിനി നിര്യാതയായി. 56 വയസ്സായിരുന്നു. റെനി, റെമി എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വേലൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കൊല്ലപ്പെട്ടത് 2ാം പാപ്പാൻ ശ്രീകുമാരൻ. പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടിയോട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് 6 വയസ്സുകാരന്റെ ദാരുണാന്ത്യം. കോതച്ചിറ പുത്തൻ പീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് അപകടത്തിൽ മരിച്ചത്. കുരുന്നിന്റെ വിയോഗം നാടിന്റെ തീരാ നോവായി മാറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ള ദർശന സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി ദേവസ്വം ഭരണസമിതി. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകി വരുന്ന പ്രത്യേക ദർശന സൗകര്യം നിർത്തലാക്കും. ഇതിന് പകരമായി 70 വയസ്സ് മുതലുള്ളവർക്ക് സൂപ്പർ സീനിയേഴ്സ് എന്ന പേരിൽ പുതിയ വരി സംവിധാനം ഏർപ്പെടുത്തും.
തളി കടുകശ്ശേരി തച്ചക്കുന്ന് സഫിയ വധക്കേസിൽ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്വർണം വിറ്റ എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ ശരത്തനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ സിൽവർ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.